ഹായ് ഫ്രണ്ട്സ്, ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള സമഗ്രമായ ശാസ്ത്രീയ മാർഗോപദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഒരു അടിസ്ഥാന ചോദ്യമുണ്ടാകും. ഞാൻ കുറച്ച് ഭക്ഷിച്ചും വ്യായാമം ചെയ്തും കൊണ്ടിരിക്കുന്നു, എന്നിട്ടും കൊഴുപ്പ് കുറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്? ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫാറ്റ് സ്റ്റോറേജ് മെക്കാനിസത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. പഠനങ്ങൾ പറയുന്നത് 80% കൊഴുപ്പ് ശരീരം തന്നെ സൃഷ്ടിക്കുന്നതാണ്. എൻഡോജൻസ് ഫാറ്റ് ഭക്ഷണത്തിൽ നിന്നുള്ളത്, എക്സോജൻസ് ഫാറ്റ് 20% മാത്രമാണെന്നാണ്. ഈ 80% എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണ് ഈ ലേഖനത്തിൻ്റെ കാതൽ. ഭാഗം 1. കൊഴുപ്പ് സൃഷ്ടിക്കുന്ന 4 പ്രധാന മെക്കാനിസങ്ങളെ പറ്റി പഠിക്കാം. 1. ഇൻസുലിൻ റെസിസ്റ്റൻസ്, കൊഴുപ്പിൻ്റെ റൂട്ട് കോസ്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? ഇൻസുലിൻ ഹോർമോണിനെതിരെ ശരീരകോശങ്ങൾ പ്രതിരോധം കാണിക്കുന്ന അവസ്ഥ. ഇത് രക്തത്തിലെ പഞ്ചസാര കൊഴുപ്പായി സംഭരിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്താണ് ഇതിന് പരിഹാരം? ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഭക്ഷണങ്ങൾ അഥവാ പച്ചക്കറികൾ, പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കുക. അതേപോലെ തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നടത്തുക. 2. ലെപ്റ്റിൻ റെസിസ്റ്റൻസ്, വിശപ്പിൻ്റെ ഹോർമോൺ തകരാറ്. ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നം ലെപ്റ്റിൻ ഹോർമോൺ തിന്നേണ്ടതില്ല എന്ന സിഗ്നൽ തലച്ചോറിൽ എത്തുന്നില്ല. പരിഹാരം 7-9 മണിക്കൂർ വരെയുള്ള ഉറക്കമാണ്. അതേപോലെ തന്നെ ഫ്രക്ടോസ്, പഴം, പഞ്ചസാര പോലത്തെ വസ്തുക്കൾ കുറയ്ക്കുക. 3. തൈറോയ്ഡ് തകരാറുകൾ, മെറ്റബോളിസത്തിൻ്റെ സ്പീഡ് കുറയ്ക്കൽ. TSH, T3, T4 ടെസ്റ്റ് ചെയ്യുക. എന്നാൽ എന്താണ് ഇതിന് പരിഹാരം? സെലീനിയം, സിങ്ക് സപ്ലിമെൻറ്റ്സ്, കോക്കനട്ട് ഓയിൽ പോലത്തത് ഉപയോഗിക്കുക. 4. കോർട്ടിസോൾ, സ്ട്രെസ് കൊഴുപ്പ്. അത് ഉണ്ടാക്കുന്നത് ക്രോണിക് സ്ട്രെസ് കൊഴുപ്പ് വയറിൽ സംഭരിക്കുന്നു എന്നതാണ്. ഇതിനുള്ള പരിഹാരം പ്രാണായാമം, മെഡിറ്റേഷൻ, അശ്വഗന്ധ, മഗ്നീഷ്യം പോലത്തതാണ്. ഇനി കൊഴുപ്പ് കുറയ്ക്കാനുള്ള 5 സ്റ്റെപ്പ് സയൻറ്റിഫിക് പ്ലാനോടുകൂടെ നമുക്ക് പഠിച്ചെടുക്കാം. 1. ഭക്ഷണക്രമം റീസെറ്റ് ചെയ്യലാണ്. പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബ്സ് എന്നിവ ഉപയോഗിക്കേണ്ട രീതികൾ എങ്ങനെ എന്ന് നോക്കാം. പ്രോട്ടീൻ 1.5 മുതൽ 2.2 ഗ്രാം. ബോഡി വെയ്റ്റ്, മുട്ട, മത്സ്യം, അതേപോലെ തന്നെ പുല്ലുണ്ണി മാംസം ഈ ഒരളവിൽ കഴിക്കുക. അതേപോലെ തന്നെ കൊഴുപ്പ് 40 മുതൽ 50% കലോറി ഉണ്ടാക്കുന്നത് കഴിക്കുക. അവക്കാഡോ, കശുവണ്ടി അല്ലെങ്കിൽ ഒലിവ് ഓയിൽ പോലത്തത് കഴിക്കുക. കാർബ്സ് 50 മുതൽ 100 ഗ്രാം വരെ ദിവസം കഴിക്കുക. അഥവാ പച്ചക്കറികളോ ബെറികളോ ആണ് ഇതിന് വേണ്ടി കഴിക്കേണ്ടത്. 2. ഫാസ്റ്റിംഗ് പ്രോട്ടോക്കോൾ, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വാക്കിംഗ് ഫാസ്റ്റഡ് സ്റ്റേറ്റിൽ ചെയ്യാം. രാവിലെ 30 മിനിറ്റ് വാക്കിംഗ് നടത്താം. 3. സ്റ്റെപ്പ് എക്സസൈസ് സ്ട്രാറ്റജിയാണ്. HIIT 20 മിനിറ്റ് വർക്ക് റെസ്റ്റ് റേഷ്യോ 1:1 എന്ന രൂപത്തിൽ ചെയ്യുക. പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാം. അങ്ങനെ 3 ആഴ്ചകളോളം കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 4. സ്ലീപ്പ് ഒപ്റ്റിമൈസേഷൻ, സ്ലീപ്പ് ഹൈജീൻ. രാത്രി 10 മുതൽ രാവിലെ 6 വരെ ചെയ്യാവുന്നതാണ്. ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 5. സപ്ലിമെൻറ്റേഷൻ, ആവശ്യമായ സപ്ലിമെൻറ്റുകൾ, ഒമേഗ 3, വിറ്റാമിൻ D3, മഗ്നീഷ്യം. 90 ദിവസ ഫാറ്റ് ലോസ് പ്ലാൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡിടോക്സിഫിക്കേഷൻ അഥവാ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുക. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? പഞ്ചസാര, ധാന്യങ്ങൾ ഒഴിവാക്കുക. 16 മണിക്കൂർ ഫാസ്റ്റിംഗ് നടത്തുക. 2. മെറ്റബോളിക് ഫ്ലെക്സിബിലിറ്റി. ഇതുകൊണ്ടുള്ള ലക്ഷ്യം ശരീരം കൊഴുപ്പ് ജ്വലിപ്പിക്കാൻ പരിശീലിപ്പിക്കുക. ഇതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കെറ്റോജനിക് ഡയറ്റ്, 70% ഫാറ്റ്, 20% പ്രോട്ടീൻ, അല്ലെങ്കിൽ കോൾഡ് ഷോവർ, ബ്രൗൺ ഫാറ്റ് ആക്ടിവേഷൻ നടത്തുക. ഹോർമോൺ ബാലൻസിങ്. ഇതുകൊണ്ടുള്ള ലക്ഷ്യം കോർട്ടിസോൾ, തൈറോയിഡ് ഒപ്റ്റിമൈസ് ചെയ്യുക. എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്? അഡാപ്റ്റോജൻസ്, അശ്വഗന്ധ, അല്ലെങ്കിൽ ഫുഡ് സൈക്കിൾ, കലോറി സൈക്ലിംഗ് ചെയ്യലാണ്.
ശാശ്വതമായ ഫാറ്റ് ലോസിനുള്ള 3 നിയമങ്ങൾ എന്തൊക്കെ? 1. ഭക്ഷണം. കലോറി ഹോർമോണുകളെ ഫോക്കസ് ചെയ്യുക. ഫാറ്റ് ബേൺ, കാർഡിയോ. മെറ്റബോളിക് ഫ്ലെക്സിബിലിറ്റി പ്രാധാന്യമാണ്. സ്ലീപ്പ്, ജിം. 90% ഫാറ്റ് ലോസ് ഉറക്കത്തിലാണ് സംഭവിക്കുന്നത്. ശരീരത്തിൻ്റെ ഫാറ്റ് സ്റ്റോറേജ് സിസ്റ്റം റീസെറ്റ് ചെയ്യുക, അല്ലാതെ പ്രയത്നം വ്യർത്ഥമാണ്. ഈ വസ്തുത എല്ലാവരും മനസ്സിലാക്കുക.